കണ്ണൻ്റെ രാധയെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ജസ്ന സലീം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എന്തിനായിരിക്കും ഈ കടുങ്കൈ ചെയ്തത്? ജസ്ന സലീം ഈ പേര് ആരെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. കണ്ണൻ്റെ രാധയാണ് ഞാനെന്ന് അവകാശപ്പെടുന്ന ഒരു മുസ്ലിം യുവതി. അങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് സന്തോഷമാകും. ഇപ്പോൾ അവരുടെ ഒരു വീഡിയോ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, ചത്തില്ല, ഇനി എൻ്റെ കുട്ടികളെയും കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ വിളിച്ചു പോവുന്ന ഒരു വീഡിയോ. എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്താണ് കേസ്, നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി. ഞാൻ ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഇവിടുന്നില്ലേ കൊയിലാണ്ടി ഹോസ്പിറ്റലിന് ഇൻറ്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞത് വേണം പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും, FIR ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലസിത പാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റ് എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അതിൻ്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും കളിയാക്കിയും വെല്ലുവിളിച്ചും വീഡിയോകൾ ഇടും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കൊണ്ട് ചിലർ ഇല്ലാ കഥകൾ പറയുമ്പോൾ അതിനെ ചിലർ നിയമപരമായി നേരിടാൻ കേസ് കൊടുക്കും. അത് അതിൻ്റെ വഴിക്ക് പോവും. എന്നാൽ എന്നെ അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ, ഈ കുട്ടികൾ നുള്ളി പിച്ചി എന്നൊക്കെ പറയുന്നത് പോലെ അതും പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര ഭീരുത്വമാണ്. അവർക്കൊപ്പം പറഞ്ഞു നിൽക്കാൻ വിഷയമോ വാക്കുകളോ ഇല്ലെങ്കിൽ മിണ്ടാൻ പോകരുത്. ഒരിടത്തും രണ്ടുപേരും ജയിക്കില്ല. ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽക്കും. ഇത് മനസ്സിലാക്കാതെ ലോക തോൽവി പട്ടം സ്വയം തലയിൽ ചാർത്തി അത് നാടൊട്ടാകെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് മാന്യതയല്ല. അപ്പൊ ഞാൻ ഇന്നലെ ഹണി ട്രാപ്പ് താത്തയുടെ വീഡിയോ കണ്ടു. ഞാൻ വീഡിയോ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, പക്ഷെ എന്നാലും കണ്ടിന്നല. എന്റെ പേര് പറഞ്ഞിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന നിന്നോട് എനിക്ക് കാര്യം പറയാനുള്ളത്, എന്റെ മോളെ വെച്ചിട്ട് അമ്മ മതിൽ ചാടും മോള് മതിൽ ചാടും എന്ന് പറഞ്ഞ എന്റെ മോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും ജസ്ന സലീമിന്റെ പേര് വെച്ചിട്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ എല്ലാവരും കേട്ടോളൂ, ജസ്ന സലീം എന്ന വ്യക്തി മാത്രമാണ്. പിന്നെ ഇതെനിക്ക് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, എന്റെ മോള് സ്കൂളിൽ പഠിക്കുന്ന നിന്റെ മക്കളെ വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല. നീ എന്റെ മക്കളെ വെച്ചിട്ട് കുറെ മാസങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണിത്. ഞാൻ നിന്റെ ഈ 18ഓളം പീഡന കേസ് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അത് ഞാനല്ല സംസാരിക്കുന്നത്. അതായത് ABC ന്യൂസ് ചാനലിൽ ഉൾപ്പെടെയുള്ള കേസിന്റെ ഡീറ്റെയിൽ മൊത്തം അത് നീ കണ്ടിട്ടില്ലേ? നീ പോയിട്ട് അവിടെ കേസ് കൊടുക്കടി. അവിടെയാണ് കേസ് കൊടുക്കേണ്ടത്. ആ ചാനലുകാർക്കെതിരെ കേസ് കൊടുക്കുക. ABC ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു പല ചാനലുകളിലും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവള് മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഈ ഷഫീന ബീവിന്റെ മോനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയനെ പറ്റിയിട്ട് വെറും വൃത്തിയോട് പറയുന്നുണ്ട്. ശ്രീലേച്ചിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്.
പിന്നെ ഈ ഹരിതനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇവളെ പറ്റിയിട്ട് പറയുന്ന ആൾക്കാർക്കെതിരെ ഇവള് നുണകൾ പറിച്ചു വിടുക ചെയ്യുന്നത്. ഇവളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് കേസുകളാണ്. അതിനാണ് 18ഓളം ഹണി ട്രാപ്പ്. ഈ ലോകത്തിലെ മറ്റു പുരുഷന്മാരെല്ലാവരും ഞങ്ങളോട് കടപ്പെട്ടിരിക്കണം. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, ഇങ്ങനെയുള്ള ആൾക്കാരെ മുഖം തുറന്നടിച്ച് കാണിച്ചതിന്. നിങ്ങളാണ് ഞങ്ങളോട്, പുരുഷന്മാരാണ് ഞങ്ങളോട് ഇത് പറയേണ്ടത്. വേറൊന്നും കൊണ്ടല്ല, തൊട്ടേനും എടുത്തേനും അടുത്തൂട്ട പോയതിന് വരെ കേസ് കൊടുക്കുന്നോളാണ് ഇവള്. പിന്നെ എന്നിട്ട് വലിയ ഡയലോഗ് കളക്കുന്ന. പക്ഷെ ഒരു കാര്യം നീ ആലോചിച്ചോളാം, എന്റെ മോളെ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇനി എന്തെങ്കിലും നിന്റെ വായിന്ന് വീണിട്ടുണ്ടെങ്കിൽ, എന്റെ മോൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മോള് സ്കൂളിൽ പോകുന്ന മോളാണ്, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി